സർ, ഈ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അതിന് ഇന്നലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മറുപടി പറയുക മാത്രമല്ല, 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് പറയുന്നത്. ഒരു ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ ആരിൽ നിന്നെങ്കിലും ആരുടെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അത്തരമൊരു ശ്രമം നടത്തുന്നതായി വേണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ വേണം കാണാൻ വേണ്ടിയിട്ട്. കാരണം രാഹുൽ ഗാന്ധി ഒരു വിഷയവും കൃത്യമായിട്ട് പഠിക്കുന്ന ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കൽ മൻമോഹൻ സിംഗിൻ്റെ കേന്ദ്ര മന്ത്രിസഭ പാസ്സാക്കിയിട്ട് ബില്ല് അത് പത്രപ്രവർത്തകർക്ക് മുമ്പായിട്ട് കീറി വലിച്ചെറിഞ്ഞ് കളഞ്ഞ ആളാണ്. എന്ന് വെച്ചാൽ ചുമ്മാ ചില ചെറിയ ജാടകൾ കാണിക്കുക. അതല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഈ മലയാളത്തിൽ പദപ്രയോഗമുണ്ട്, ഈ മന്ദബുദ്ധി പ്രയോഗം എന്ന് പറയും. കാരണം കൃത്യമായിട്ട് വിഷയങ്ങൾ പഠിക്കാത്ത ചില മന്ദബുദ്ധികളായിട്ടുള്ള ആളുകൾ അതിബുദ്ധിമാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില ജൽപ്പനങ്ങൾ, ചില എടുത്തുചാട്ടങ്ങൾ, അതിലൊന്നും മാത്രമാണ് രാഹുൽ ഗാന്ധിയുടേത്. കാരണം രാഹുൽ ഗാന്ധി ഒന്ന് ആലോചിച്ച് നോക്ക്, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തി ഏറെ താമസിക്കാതെ കണ്ടതിന് അദ്ദേഹം തുടങ്ങി വെച്ച് നിരവധി പ്രവർത്തനങ്ങളുണ്ട് നരേന്ദ്രമോദി സർക്കാർ. ഇതിനെല്ലാം വിരുദ്ധമായ രീതിയിൽ, ജനവിരുദ്ധമായ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പല സമയത്ത് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത്. ആദ്യം ഇതിനകത്ത് മറ്റേ സ്വച്ഛ് ഭാരതിൻ്റെ പരിപാടി വന്നു, അതിനെ വളരെ പുച്ഛിച്ചും അപമാനിച്ചും കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിരുന്നു. അത് കാരണം സാധാരണ കുടുംബങ്ങളിൽ 70% വരുന്ന ഭാരതത്തിലെ കുടുംബങ്ങളിൽ വീടുകൾ കക്കൂസ് പോലും ഇല്ല. 50% വരുന്ന ആളുകൾക്ക് കുടുംബം പോലും ഇല്ല. ഇത് പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞ് പ്രധാനമന്ത്രി അടിച്ചുവാരി തുറയ്ക്കാൻ വേണ്ടി പോവുകയാണ്, ഇത്യാദി പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം രാഹുൽ ഗാന്ധി നമുക്കറിയാലോ, അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അമേഠിയിൽ നിന്നാണ് ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്നത്. പാർലമെന്റിൽ വന്നിരുന്നെ അദ്ദേഹം കാണിക്കുന്ന ചില പരിപാടിയൊക്കെ ഉണ്ട്, എന്തോ ചിലൊരു മാനസിക രോഗിയുടെ ലക്ഷണമാണ്. അദ്ദേഹം ഓടി വരുന്നു, പാർലമെന്റിലേക്ക് വരുന്നു, അതിനുശേഷം അവിടെ തൻ്റെ അമ്മയോട് ചേർന്നിരിക്കുന്നു, ചില സാധനങ്ങളൊക്കെ അമ്മയോട് കുശുകുശുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ എടുത്ത് അദ്ദേഹം തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും കണ്ണിറുക്കി കാണിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച സമയത്താണ് അദ്ദേഹം പ്രധാനമന്ത്രി കയറി കെട്ടിപ്പിടിക്കാൻ പോവാണ് പാർലമെന്റിൽ. ഇത്തരം അപക്വമായിട്ടുള്ള സ്വബോധം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളുടെ ചില പ്രവർത്തനങ്ങളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി ഇന്ന് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പലപ്പോഴും വൈദേശികമായ ചില ശക്തികളുടെ കയ്യിൽ ചട്ടുകമായിട്ട് ഇദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ഉദാഹരണം നോക്കൂ, CAA വിരുദ്ധ സമരം നടത്തി. ഇവിടുത്തെ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ട് ചില സമരം നടത്തിയിട്ട് ആ സമരക്കാർ പറഞ്ഞത് ഇന്ത്യ മുഴുവൻ സ്തംഭിക്കുകയാണ്, ഈ ഇന്ത്യയിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്, ഇവിടെയുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്യാദി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് എല്ലാ സ്ഥലത്തും പ്രചരണം നടത്തി വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രചരണമാണ് അദ്ദേഹം പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ട് നടത്തിയത്. അപ്പോൾ നമ്മളെല്ലാവരും ധരിച്ചു, കേരളത്തിലെ പത്രങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചു, വലിയ വാർത്തകൾ കൊടുത്തു, ഇതാ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായിട്ട് ജനങ്ങൾ ഇളകുന്നു, രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്നു, സോണിയാഗാന്ധി പിന്നാമ്പുറത്ത് നിന്ന് ബുദ്ധി ഉപദേശിക്കുന്നു, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന KC വേണുഗോപാലാണ്. ഇന്നിത്യാദി നിരവധി പ്രചരണങ്ങൾ നടത്തി അവസാനം നമുക്കറിയാൻ സാധിച്ചത് ഇത് വെറും ഒരു സോപ്പ് കുമള മാത്രമായിരുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമതൊരു സംഭവമാണ് കർഷകരുടെ സമരം. ഈ കർഷക സമരം നടത്തിയിരുന്നു. ആരാ കർഷക സമരം നടത്തിയിരുന്ന ആളുകൾ? എനിക്കറിയാം, ഞാൻ ഡൽഹിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. ഡൽഹിയിലുണ്ടായിരുന്ന എല്ലാ 5 സ്റ്റാർ ഹോട്ടലുകളും ബുക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഇവര്. അല്ലാണ്ട് സാധാരണ ഹോട്ടലുകളൊന്നും ആയിരുന്നില്ല. അവിടെയുള്ള ലേ മെറിഡിയനും അതേപോലെ തന്നെ ഗ്രാൻഡും അടക്കമുള്ള മുഴുവൻ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് അവിടെയായിരുന്നു ഈ പറയുന്ന സോ കോൾഡ് കർഷകരായിരിക്കുന്ന ആളുകൾ താമസിച്ചത്. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആളായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇനി കർഷകരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്താ കർഷകരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം? ഈ കർഷകരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലടക്കം നിരവധി സ്ഥലത്ത് സമരങ്ങൾ സംഘടിപ്പിച്ച്, കാരണം കേരളത്തില് കൃഷിഭൂമി പോലും ഇല്ല സത്യത്തില്. ഇവിടെ നെല്ല് പോലും വേണമെങ്കിൽ ആന്ധ്രക്കാരൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന് ബംഗാളിൽ നിന്ന് വരണം, തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി വരണം. അങ്ങനെയുള്ള കേരളത്തിൽ പോലും കർഷകരെന്ന് പറയുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം നടത്തി അവര് മുഴുവൻ തെരുവിലിറക്കിയിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തില് എത്രയെത്ര പരാജയപ്പെട്ട കഥകള്, സമരകഥകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. അദ്ദേഹം ഇപ്പൊ നിലവിൽ പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമം പറയാം. ഏറ്റവും രസകരമായ സംഭവം രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് 971 ചില ആരോപണങ്ങൾ വന്നിരുന്നു. എന്താ കാരണം എന്നറിയാമോ? 971 ഇന്ത്യയിലെ വീടുകളുടെ നമ്പർ 0 കൊടുത്തിരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള ശേഷം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
പിൽക്കാലത്ത്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ നിരവധി വർഷങ്ങളായിട്ട് പല വീടുകൾക്ക് നമ്പർ കൊടുക്കാത്തതുകൊണ്ട് വീട് നമ്പറിന് പകരം അവിടെ 0 രേഖപ്പെടുത്തുക. ഇത് തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ 60 കൊല്ലത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ തുടർച്ചക്കാരനാണ് എന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധിക്ക് സ്വബോധമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്യാദി വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, ഇവർ പരാജയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള രീതിയാണ് ഇവരുടേത്. അങ്ങനെ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പില് ഇവിടെ കോൺഗ്രസ്സുകാർ പരാജയപ്പെട്ടു, ഇടതുപക്ഷം അധികാരത്തിലെത്തി. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത്, അന്നത്തെ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്, ടിയാൻ വലിയൊരു കത്തയച്ച് 4,24,000 പേരുടെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നിരിക്കുന്നു. ഇത് എവിടെയാണ് രമേശ് ചെന്നിത്തല, എവിടെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ നിലപാട്? അന്ന് നിങ്ങൾ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കൊടുത്ത പരാതി ക്രമത്തിന്റെ ചട്ടങ്ങൾക്ക് ചേർന്ന രീതിയിലാണ് നിങ്ങൾ പരാതി കൊടുത്തത്. നിങ്ങൾ എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല? കാരണം കോടതിയിൽ പോയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയുന്ന വാദഗതികൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയ്ക്ക് അപ്പുറമുള്ള ഒരു നിയമത്തിന്റെ പിൻബലമില്ല. ഇത് തന്നെയാണ് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് പറയുന്നത്. ഇവിടെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ബാംഗ്ലൂരാണ്. ആ ബാംഗ്ലൂരിലെ സംഭവമാണെങ്കിലും കൊള്ളാം, തൃശ്ശൂരിലെ സംഭവമായാലും കൊള്ളാം, ഒരു പരാതി കൊടുക്കപ്പാ, നിങ്ങൾ പരാതി കൊടുക്ക്. ആ പരാതി കൃത്യമായിട്ട് രേഖാമൂലം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്ക്. ശരിക്കത് കൊടുക്കേണ്ട സമയം എപ്പോഴായിരുന്നു എന്നറിയാമോ? ഇലക്ഷൻ കഴിഞ്ഞ് 45 ദിവസക്കാലത്തിനകം പരാതി കൊടുക്കേണ്ടത്. ആ പരാതി കൊടുത്തോ? പരാതി കൊടുത്തില്ല. എന്താ കാരണം? കോൺഗ്രസ്സുകാരെ ഇലക്ഷൻ മുമ്പായിട്ട് ഒരിക്കലും വോട്ടേഴ്സ് ലിസ്റ്റ് പഠിക്കാറില്ല. വോട്ടേഴ്സ് ലിസ്റ്റ് ഇവരാരും പഠിക്കാറില്ല. ഇവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വോട്ടേഴ്സ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്, കേരളത്തിലുള്ള തൃശ്ശൂരിലുള്ള കെ മുരളീധരന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് മുരളീധരനെ വെട്ടണോ, മുരളീധരനെ തോൽപ്പിക്കണോ എന്നുള്ള വലിയ വെപ്രാളത്തിലായിരുന്നു കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാര്. അതുകൊണ്ടാണ് അവിടെ വടകരയിൽ നിന്ന് ചാടിച്ച് ആ പറയുന്ന മുരളീധരൻ എന്ന് പറയുന്ന മുരളീധരൻ ഒരു സ്ഥിരം ബലിയാടാണ് കേട്ടോ, ഞാൻ അതിന്റെ പുറത്തൊന്നും പറയുന്നില്ല. നേമത്ത് കൊണ്ടു നിർത്തി, അവിടെ 3-ാം സ്ഥാനത്തായി. ഇപ്പൊ ഇവിടെ തൃശ്ശൂർ കൊണ്ടു നിർത്തി, അവിടെയും 3-ാം സ്ഥാനത്തായി. ഇനി അടുത്ത പ്രാവശ്യം 3-ാം സ്ഥാനത്താക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം ഏതുണ്ടെന്നുള്ള ഇവര് ഒക്കെ തിരക്കിക്കൊണ്ട് നടക്കുകയാണ്. ആ മണ്ഡലത്തില് മുരളീധരനാക്കുന്നു, മുരളീധരൻ എന്ന് പറയുന്ന ബലിയാടിനെ അവിടെ നിർത്തുന്നു. അതുകൊണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർക്ക് സമയം കിട്ടിയില്ല. കാരണം അവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമായിട്ടുള്ള ആരുടെ കയ്യിലെന്നറിയാമോ? അത് കൃത്യമായിട്ട് അതിന് മുമ്പത്തെ അവിടുത്തെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള പ്രതാപന്റെ കയ്യിലുണ്ട്. പ്രതാപൻ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, പ്രതാപന്റെ കൈവശമുണ്ട്, പ്രതാപൻ ഈ സാധനം പഠിച്ചിട്ടുണ്ട്. പ്രതാപൻ ഒരു കാരണവശാലും ഇതിനെ സംബന്ധിച്ച് ഒരു കാര്യങ്ങളും കെ മുരളീധരനെ ധരിപ്പിക്കില്ല. കാരണം മുരളീധരന്റെ പരാജയം പ്രതാപന്റെ വിജയമാണെന്ന് പ്രതാപൻ അറിയാം. കാരണം തെരഞ്ഞെടുപ്പിന് 1 മാസക്കാലങ്ങൾക്ക് മുമ്പ് സ്വയം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ചുമരെഴുത്ത് നടത്തി, വീടാന്തര പ്രചരണം നടത്തി, എല്ലാ വീടുകളിലും കയറി ചെന്ന് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ആ പ്രതാപന് സീറ്റ് കിട്ടാണ്ട് ഒരു സമയത്ത് പ്രതാപന് വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് നാട്ടിക മണ്ഡലത്തിലടക്കം ഈ പറയുന്ന കെ മുരളീധരൻ എത്ര സ്ഥാനത്താണെന്നുള്ളവരും കോൺഗ്രസിന് നേതാക്കന്മാരെന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഇവര് പറയുന്ന വസ്തുത ആകെ അതിനകത്ത് സുരേഷ് ഗോപിയുടെ വീട്ടുകാർക്ക് വോട്ടുണ്ടെന്നുള്ളതാണ്. അതിനെന്താ തെറ്റുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഇവിടെ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ കെ ബാബു ആണല്ലോ MLA. അയാളുടെ വീട് എവിടെയാ? അയാളുടെ വീട് ഏത് ഭാഗത്താ? അയാൾ മത്സരിക്കുന്ന ഇപ്പൊ എവിടെയാ? തൃപ്പൂണിത്തുറ വന്നിട്ടില്ലേ? സ്വാഭാവികമായിട്ട് ഇവർ വോട്ടുണ്ടാവും. എവിടെയാണ് കെ മുരളീധരന്റെ വീട്ടുകാരുടെ വോട്ട്? എവിടെയാണ്? ഇവരൊന്ന് പറയേണ്ടതാണല്ലോ. ഈ പറയുന്ന കോൺഗ്രസിന് നേതാക്കന്മാരായിരിക്കുന്ന ആളുകളുടെയൊക്കെ വോട്ട് എവിടെയാണെന്നുള്ള ഇവർ വ്യക്തമാക്കണം. അതാണ് ഒന്ന്. രണ്ടാമത്തെ, ഒരു വീട്ടില് 30 വോട്ട് എന്നുള്ളത് എറണാകുളം നിയോജകമണ്ഡലത്തിലുണ്ടല്ലോ, കോഴിക്കോട് നിയോജകമണ്ഡലത്തിലുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവരുടെ ചില കേന്ദ്രങ്ങളുണ്ട്. 300 വോട്ടുള്ള കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഞാൻ അടുത്ത ചർച്ചയിൽ ഞാൻ വെളിപ്പെടുത്താം. 300-ൽ പരം വോട്ടുകളുള്ള 40-ൽ പരം ആളുകൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് 300-ൽ പരം വോട്ടുകളുള്ള ചില കേന്ദ്രങ്ങൾ ഇവരെ സംബന്ധിച്ചുണ്ട്. ഈ പറയുന്ന കേന്ദ്രങ്ങളെ വെച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ പലപ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവില്ല. രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശകനായുള്ള KC വേണുഗോപാലിന് മനസ്സിലാവണം. വേണുഗോപാലിന്റെ ലക്ഷ്യം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധി അപമാനിതനാക്കുന്ന ഒരു ലക്ഷ്യമാണ് വേണുഗോപാലിന്റെ ലക്ഷ്യം. കാരണം വേണുഗോപാലിന് ഒരൊറ്റ ടാർഗറ്റേ ഉള്ളൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരം പിടിക്കണം. അധികാരം പിടിക്കുന്ന സമയത്ത് കേരളത്തിലെ VD സതീശനെയും രമേശ് ചെന്നിത്തലയും വെട്ടിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആകാനുള്ള പരിശ്രമത്തിലാണ് KC വേണുഗോപാല്. ആ പരിശ്രമം ഉള്ളതിന്റെ പേരിൽ
ടിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം രാഹുൽ ഗാന്ധിയെ വഷളനാക്കുക എന്നുള്ളതാണ്. സ്വതവേ രാഹുൽ ഗാന്ധി ആരോ പറയുന്നവര് പണ്ടേ ദുർബലയാണ്, പിന്നെ ഗർഭിണി കൂടിയായുള്ള അവസ്ഥയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ളത്. ഈ പറയുന്ന മനുഷ്യർ പണ്ടേ വിവരമൊന്നുമില്ല. ആ വിവരമില്ലാത്തതിൻ്റെ മുമ്പിൽ ചില അവാസ്തവമായ ചില വസ്തുതകൾ KC വേണുഗോപാലിനെ പോലെയുള്ള ഉപദേശകന്മാർ കൊടുത്താൽ ആ ഉപദേശം കൈപ്പറ്റിക്കൊണ്ട് ഈ മറ്റേ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിയോറ് മാന്തിക്കുക എന്നൊക്കെ പറയും. ഈ തരത്തിൽപ്പെട്ട ചുടിയോറ് മാന്തിക്കുന്ന പ്രവർത്തനമാണ് രാഹുൽ ചെയ്യുന്നത്. അതുകൊണ്ട് രാഹുലിന് ഇത് എഴുതി കൊടുക്കാൻ വേണ്ടി സാധ്യമല്ല. കാരണം അയാളുടെ കയ്യിൽ യാതൊരു രേഖയില്ല. അയാൾക്ക് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുക്കാൻ സാധ്യമല്ല. കാരണം ടിയാൻ്റെ കയ്യിൽ രേഖയില്ല. ഇത് എവിടെയും രേഖയില്ലാത്ത ചില കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് അദ്ദേഹം ചില പ്രസ്താവനകൾ ഇറക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഇതിന് നിയമപരമായിരിക്കുന്ന ഒരു സാധ്യതയും ഇല്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും.